റീൽസിൽ കണ്ടിട്ട്. ഓക്കെ ഓക്കെ. അല്ല ഞങ്ങൾ റീൽസിൽ കണ്ടിട്ടുണ്ട്, അതിനെ പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് ഇത് കണ്ടപ്പോൾ ക്ലിക്കായി പെട്ടെന്ന്. ഓക്കെ ഓക്കെ. ജോലി തന്നെ പോകുന്നത് എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചിട്ടായിരുന്നു. ടിപ്പ് അടക്കം നമുക്കൊരു ഏകദേശം 200 കൂടുതൽ 2 ഓർഡർ ആയപ്പോഴും അടിച്ചിരുന്നു. ഞാനങ്ങോട്ട് കയറണോ ഒരു ഓക്കെ ആ ഫോമിലേക്കാണ് മുടി വളർത്തിയത്. ഹായ് ഹലോ മച്ചന്മാരെ, പലത് കാണാൻ പറ്റുന്നുണ്ടോ? അത് തന്നെയാണ് ഇന്നത്തെ വ്ളോഗ്. ഇത് നമ്മൾ രാത്രിയാണ് 7 മണി മുതൽ രാത്രി 12 മണി വരെയുള്ള ഗിഗാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 4 മണിക്കൂറോളം വരുന്ന ഗിഗാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ 7 മണി ടു 12 മണി വരെയുള്ള ആരൊക്കെ എങ്ങനെ എവിടെയുള്ള ആളുകൾ ഭക്ഷണം കഴിക്കും, ആർക്കൊക്കെ നമ്മൾ കൊണ്ടു കൊടുക്കും, ഈ രാത്രിയിൽ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത്. എന്നാലിപ്പം വൈകി ഞാൻ 7 മണിക്ക് ഏകദേശം ഞാൻ കടയുടെ ഭാഗത്ത് എത്തേണ്ടാണ് സോണിലേക്ക് എത്താൻ പോകുന്നുള്ളൂ. 6:52 കുറച്ചും കൂടി അങ്ങനെ നീങ്ങി കഴിഞ്ഞാൽ സോണാവും. സമയം ഇപ്പോൾ 6:54. ഇപ്പം ഞാൻ സോണിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സൊമാറ്റോയിലൊന്ന് കയറാം. പരസ്യമൊക്കെ ഉള്ളൂ. പോട്ടെ പോട്ടെ. ഗോ ഓൺലൈൻ. നമ്മൾ ഓൺലൈനിൽ അടിച്ചു ഉണ്ടോ ഈ കാണുന്നതാണ് സോൺ. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നേരെ കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ നമുക്കിനി നേരെ അങ്കമാലിക്ക് വിട്ടടിക്കാം. ഓക്കെ. ഓർഡർ കാണുമ്പോൾ ഓർഡർ വരുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു കേട്ടോ. ഇപ്പോൾ ഒരു ഓർഡർ അടിച്ചിട്ടുണ്ട്. ഞാൻ അങ്കമാലിൻ്റെ ഭാഗത്താണ് നിന്നത്. ആലിബാബ എൻ്റെ 40 ഡിഷസ്. എൻ്റെ ദൈവമേ ഒടുക്കത്തെ തിരക്കായിരിക്കും റോഡിൽ. ഓക്കെ, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. അത് NH-ൻ്റെ സൈഡിലേക്ക് പോകണം. അപ്പുറത്ത് ബാങ്ക് ജംഗ്ഷൻ അങ്കമാലി. അപ്പോൾ ഫസ്റ്റ് ഓർഡർ അലിബാബ എൻ്റെ 41 ഡിഷസിലേക്കാണ്. ഭയങ്കര ബ്ലോക്കാട്ടോ. ഒരു രക്ഷയില്ല. ഞാൻ എളുപ്പമായി കയറി വന്നാൽ ആംബുലൻസും ഉണ്ടല്ലോ. Oh my god. ഗൈസ്, നമ്മൾ ഇതാണ് അലിബാബാൻ്റെ 41 ഡിഷസ്. അവിടെ എത്തിയിട്ടുണ്ട്. നമുക്കപ്പോൾ നോക്കാം ബാക്കി കാര്യങ്ങളൊക്കെ. നല്ല വെളിച്ചമല്ലേ. അപ്പോൾ നമ്മൾ റീച്ച് എടുത്ത് പിക്കപ്പ് അടിക്കാം. പിക്ക് ചെയ്യാൻ വേണ്ടി 7 മിനിറ്റ് താമസമുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടേക്കൊന്ന് ഒരു തന്തൂരി ചിക്കനാണ് ഹാഫ്. കസ്റ്റമർ ഡീറ്റെയിൽസിൽ ചെമ്പന്നൂരാണ് വരുന്നത്. ഇവിടെ നിന്ന് കുറച്ചുള്ളൂ. ഏകദേശം കിലോമീറ്റർ എന്ന് പറയുന്നത് 4 കിലോമീറ്ററിൻ്റെ അടുത്ത്. ഓക്കെ. അപ്പോൾ നമുക്ക് സാധനം കിട്ടിയിട്ട് ഫുഡ് കിട്ടിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് ഓർഡർ ചിക്കനായിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ഓർഡർ എടുത്തിട്ടുണ്ട്. പിക്ഡ് ഓർഡർ കൊടുക്കാം. സമയത്ത് തന്നെ കിട്ടി. നല്ല റേറ്റിംഗ് കൊടുക്കാം. റേറ്റിംഗ് സബ്മിറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഓഫ് ടു ചെമ്പന്നൂർ മാപ്പിട്ടതേ. നല്ല ബ്ലോക്ക്. ഇവിടെ കടന്നു പോകാന്ന് പറഞ്ഞാൽ ചടങ്ങാം. Head southeast toward National Highway 544. നമുക്ക് ബാഗിൽ ഫുഡ് വെക്കട്ടോ. കുറച്ച് സാധനങ്ങളുള്ളൂ. കുറച്ചുള്ളൂ അല്ലേ. അല്ലെങ്കിൽ ഇവിടുന്ന് ഓർഡർ കിട്ടി കഴിഞ്ഞാൽ ഒരുപാട് സാധനം ഉണ്ടാവുള്ളതാ. നിറച്ചുള്ളൂ ബാഗ് നിറച്ച്. അപ്പോൾ ചെമ്പന്നൂർക്ക് വിടാം. ഓക്കെ. ഇവിടുന്ന് കുറച്ചുള്ളൂ. ഓക്കെ. ടൗണിലൊക്കെ അങ്കമാലിൽ ഭയങ്കര ബ്ലോക്കാണ്. കാരണം ശനിയാഴ്ച കൂടി ആയതുകൊണ്ട് നല്ല ബ്ലോക്കാണ്. തിരക്കുന്നത് കഴിഞ്ഞ് NH തന്നെ കേട്ടോ. ഈ സൈഡിലേക്ക് തിരക്ക് കുറവായിരിക്കും. ടൗൺ പോകണത് അങ്ങോട്ടേക്കല്ല. ബ്ലോക്ക് കണ്ടോ. പിന്നെ ഇവിടെ സ്റ്റുഡിയോൻ്റെ ഒരു ഷോപ്പ് വന്നിട്ടുണ്ട്. ഭയങ്കര തിരക്കാണ് അവിടെ. ഭയങ്കര ബ്ലോക്കാണ്. എപ്പോഴും വണ്ടി നിറയെ തിരക്കായിരുന്നു. ശരിയല്ലല്ലോ. അവിടെ ഒരു അജീഷ് എന്ന് പറഞ്ഞ ആളുടെ വീട്. അജീഷ് സാന്ദ്ര ജോണിക്കവല നോർത്ത് ചെമ്പന്നൂർ. അജീഷ് ഇത് സാന്ദ്ര ജോണി. ഈ വീടാണോ? ആ ഓക്കെ താങ്ക് യു. വിളിക്കാം. അതാണ് വലിയ വീടാണ്. വലിയ മതിലാട്ടല്ലേ. അപ്പോൾ ലൊക്കേഷൻ വീടിൻ്റെ പിറകുവശത്തായിട്ടുള്ള സ്ഥലം. അവിടെയാണെന്നുണ്ടെങ്കിൽ വേറെ വീട്.
അപ്പോൾ നമുക്ക് വീടിൻ്റെ മുമ്പ് ചെന്നിട്ടൊന്ന് വിളിക്കാം, വിളിച്ചെടുത്ത് ഡ്രോപ്പ് കൊടുക്കാം. ഓക്കെ, നമുക്കൊരു കസ്റ്റമറെ വിളിച്ച് നോക്കാം. വലിയ വീടാണല്ലോ. ഓക്കെ, വിളിക്കാം. Welcome to Zomato. Please wait while we connect your call. Hello? ഹലോ സാർ, ഞാൻ സൊമാറ്റോ എന്നാണ്. ഹലോ ഹലോ അപ്പോൾ സൊമാറ്റോ എന്നാണ് വിളിക്കണേ. ഹലോ, ഒരു വലിയ ഗേറ്റിന്റെ പുറത്താണോ? അതെ, മുമ്പിൽ ഒരു സെക്കൻഡ് ഒരാൾ ഫോൺ വിളിച്ച് നടന്നാലൊക്കെ പോകുന്നുണ്ട്. ഫ്രണ്ടിന് ഓർഡർ ചെയ്ത് ഒരു സെക്കൻഡ്. ഓക്കെ ഓക്കെ. ഓ, ഗേറ്റ് ഓട്ടോമാറ്റിക് തുറന്നോ? ആള് പുറത്തുണ്ട്, കണ്ടോ? ഞാനങ്ങോട്ട് കയറണോ? ഓക്കെ. ആ ഫോൺ വിളിക്കണോ? മുടി വളർത്തിയത് കയറി വരാണ്ടോ? ഓക്കെ ഓക്കെ. ഓക്കെ മാം, താങ്ക് യു. അപ്പോൾ നമ്മൾ ആ ഓർഡർ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഓർഡർ ഡെലിവറി കൊടുക്കാം. ഇവിടെ നിന്ന് നമുക്ക് 37 രൂപയാണ് കിട്ടിയിരിക്കുന്നത്. അതിനകത്ത് 5.1 കിലോമീറ്റർ നമ്മൾ ഓടി 23 മിനിറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും അനന്തരം ഓർഡർ കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഗൈസ്, അടുത്ത ഓർഡർ അടിച്ചിരിക്കണം അൽത്താസാണ് അടിച്ചിരിക്കണേ. അപ്പോൾ നമുക്ക് ഓർഡർ അക്സെപ്റ്റ് ചെയ്യാം. 54 രൂപയുടെ ഓർഡറാണ്. അൽത്താസ എന്ന് പറയുന്നത് അങ്കമാലി നമ്മുടെ പള്ളിയുടെയൊക്കെ പുറകുവശമായിട്ട് വരും. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഓഫ് ടു അൽത്താസ. ഇവിടെ നിന്ന് 4 കിലോമീറ്റർ ഉണ്ട്. പോവാം. എൻ്റെ പൊന്നങ്ങാതി ഒടുക്കത്തെ തിരക്കാരൻ, ഒടുക്കത്തെ ബ്ലോക്ക്. ഞാൻ ഓരോ ഷോർട്ട് വഴിയൊക്കെ എടുത്തിട്ട് ചാടി കയറി വന്നേക്കണതാണ്. സാധാരണ ഈ MC റോഡിലാണ് തിരക്കുണ്ടാവാറ്. ഇതിപ്പോൾ ഇന്ന് NH ലാണല്ലോ. വണ്ടി പറക്കാൻ സ്ഥലം ഭയങ്കര തിരക്കുള്ള അവിടെ. അവരോട് വണ്ടി പറക്കിയിട്ട് നമുക്ക് അവിടെ പോയി നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ഫുഡ് റെഡി ആയിട്ടൊന്നും നോക്കട്ടെ. റെഡി ആയിട്ട് പോയാൽ അൽത്താസ വെച്ചെടുത്ത് പിക്കപ്പ്. പിക്ക് ഓർഡർ ഉണ്ടാവും. അവർ റെഡി കൊടുത്തിട്ടില്ല. ഒരു അൽത്താസ പ്ലേറ്റ് ഷവർമ മാക്സാണ് നമുക്ക് ബുക്കിംഗ് വന്നേക്കണം. കസ്റ്റമർ ഡീറ്റെയിൽസ് അപ്പോളോ അഡ്രസ് ഹോസ്പിറ്റലിലാണ്. എൻ്റെ ദൈവമേ, NH കൂടെ തന്നെ പോകേണ്ട ഒരു പണി പാളി. ഏതായാലും നമുക്ക് അപ്പോളോയിലേക്ക് പോകാം. അപ്പോളോ തൊട്ടാണ് പാരഗൺ ഉണ്ട്. പാരഗണിൽ നിന്ന് ഓർഡർ അടിക്കാമെന്ന് പറഞ്ഞ കണക്കൊക്കെ തന്നെയാണ്. എന്തായാലും പോകാതെ പറ്റില്ലല്ലോ. താക്കോൽ വരട്ടെ. നമുക്കിപ്പോൾ ഏകദേശം ഇപ്പോൾ ആവാൻ വഴിയില്ല. ഭയങ്കര താമസം ഉണ്ടാവും. കാരണം ഭയങ്കര തിരക്കുണ്ട് അവിടെ കസ്റ്റമേഴ്സിൻ്റെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ പതിവിന് വിപരീതമായിട്ട് നമുക്ക് ഓർഡർ റെഡി ആയിട്ടുണ്ട്. പോയി എടുക്കാം. നമുക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഓർഡർ കൊണ്ട് നേരെ അപ്പോളോ അഡ്ലസ് ഹോസ്പിറ്റലിലേക്ക് പോകാം. അതായത് എൻ്റെ അമ്മ NH വഴി ഭയങ്കര തിരക്കായിരിക്കും. നമുക്കതിന് ഷോർട്ട് കട്ട് എടുക്കാം. നമുക്ക് ഇവിടെ റൈറ്റ് ഓർഡർ തിരിഞ്ഞ് നേരെ ഒരു വഴിയുണ്ട്. ഇവിടെ അവിടെ ഭയങ്കര ബ്ലോക്ക്. അതിലൂടെ കിടക്കാൻ പറ്റില്ല. നമുക്ക് ഇപ്പുറത്തോടെ ഈ പാരഗൺ റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറ്റും. നമുക്ക് ആ വഴിക്ക് പോയി നോക്കാം. ചിലപ്പോൾ കടത്തി വിടില്ല. നമുക്ക് ട്രിക്ക് അടിച്ച് പോയി നോക്കാം. അല്ലാതെ
അത് നമുക്ക് റീച്ച് ഡ്രോപ്പ് കൊടുക്കാം, കസ്റ്റമറെ വിളിക്കാം. ഹലോ 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 സൊമാറ്റോ എന്നാണ്. ആ പറഞ്ഞോളൂ. ഞാൻ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്, താഴെയുണ്ട്. ഓക്കെ, അവിടെ നിന്നാണോ? ഹലോ ആ ഡോർ തുറന്നാണോ? ഓക്കെ ഓക്കെ, കണ്ടു. ആ ഫാർമസിയുടെ മുമ്പിലല്ലേ? അതെ അതെ അതെ, കണ്ടു കണ്ടു കണ്ടു. ഓക്കെ, കസ്റ്റമർ കണ്ടിട്ടുണ്ട്. നമുക്ക് പ്രത്യേകിച്ച നമ്മൾ ഫുഡ് ഡെലിവറി ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അടുത്തതായിട്ട് ഓർഡർ ഡെലിവറി ചെയ്ത് സ്റ്റാർ കൊടുക്കാൻ കൃത്യസമയത്ത് ആളെത്തി. അവിടെ നോക്കിയൊക്കെ ഉണ്ടായിരുന്നു. കസ്റ്റമർക്ക് 5 സ്റ്റാർ കൊടുത്തിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്തു. 51 രൂപ 91 പൈസയാണ് നമുക്ക് കിട്ടിയത്. മൊത്തം ട്രിപ്പ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 9 കിലോമീറ്ററാണ്. അതിനുവേണ്ടി 30 മിനിറ്റ് എടുത്തു. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ഓർഡർ അടിച്ചിട്ട് ഇവിടെ ഇരിക്കാം. തൊട്ടടുത്ത് പാരഗൺ ഉള്ളതുകൊണ്ട് ഇറ്റ്സ് ടൈം ഫോർ എ സെൽഫി. കിടലൻ സെൽഫി കൊടുക്കാം. അയ്യോ, ബാഗ് വേണമല്ലോ. ബാഗ് ഓക്കെ, ബാഗ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടിവിടെ വെയിറ്റ് ചെയ്യാം. ഭയങ്കര ബ്ലോക്കല്ലേ ഇവിടെ. കുറച്ച് നേരം ഇനി പാരഗണിന് അടിക്കുമെന്ന് നോക്കാം. തൊട്ടടുത്ത് പാരഗൺ ഉണ്ടല്ലോ. ഓക്കെ, വെയിറ്റ് ചെയ്യാം. ഓർഡറൊന്നും അടിക്കണില്ലല്ലോ. ഇന്നലെ ഈ നേരെ ആയപ്പോഴേക്കും നമുക്ക് 2 ഓർഡർ അടിച്ചിരുന്നു. 2 ഓർഡർ എന്ന് വെച്ചാൽ ലോങ് ആയിരുന്നു. ടിപ്പ് അടക്കം നമുക്കൊരു ഏകദേശം 200 2 ഓർഡർ ആയപ്പോഴേക്കും അടിച്ചിരുന്നു. ഇന്നിപ്പോൾ ശോകമാണ്. 80 കിട്ടിയിട്ടുള്ളൂ. 2 ട്രിപ്പായി, പക്ഷേ 85 കണ്ടായിട്ടുള്ളൂ. ചില ദിവസങ്ങൾ അങ്ങനെയാണ്, ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടില്ല. ഇന്നലെ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എനിക്ക് ഇന്നലെ 9 to 10 ഗിഗ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ 8:55 ആയപ്പോഴേക്കും ആ ഗിഗ് അടിച്ചതുകൊണ്ട് ഒരു ഓർഡർ അടിച്ചതുകൊണ്ട് ലോങ് ആയിരുന്നു. അത് ഏകദേശം ഒരു 10 മണി കഴിഞ്ഞതിന് ശേഷമാണ് ഡെലിവറി ചെയ്ത് വന്നത്. അപ്പോൾ എനിക്ക് ആ ഗിഗില്ലെങ്കിലും ആ ഒരു ഗിഗ് നഷ്ടപ്പെടാതെ പോലെ തന്നെ നമുക്ക് ഓടാനും പറ്റി. ഓക്കെ, ചില സമയങ്ങളിൽ അങ്ങനെ സൊമാറ്റോ നല്ല രീതിയിൽ സഹായിക്കും. ചില സമയത്ത് എൻ്റെ പൊന്നോ ഒന്നും പറയല്ല. അങ്ങനെ വെയിറ്റ് ചെയ്യാം. നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നു. നമുക്ക് പാരഗണിൽ ഓർഡർ അടിച്ചിരിക്കുന്നത് 56 രൂപയുടെ ഓർഡറാണ്. 7.1 കിലോമീറ്റർ അകത്തേക്ക് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് തൊട്ടടുത്ത് തന്നെ പാരഗൺ, ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ മതി. അപ്പോൾ നമുക്ക് അക്സെപ്റ്റഡ് ഓർഡർ. മാപ്പൊന്നും വെക്കേണ്ട ആവശ്യമില്ല, നമ്മളതിന് തൊട്ടടുത്ത് തന്നെ നിൽക്കണേ. അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട്. റീച്ച് അടിച്ച് പിക്കപ്പ് കൊടുക്കുക. ഓർഡർ റെഡി ആയിട്ടുണ്ടല്ലോ. ഓക്കെ, സാധനം പോയി എടുക്കാം. ഓക്കെ ബ്രോ, നമുക്ക് ഓർഡർ റെഡി ആയിട്ടുണ്ട്. പോകുന്ന എടുക്കാം. റീൽസിൽ കണ്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അല്ല ഞങ്ങൾ റീൽസിൽ കണ്ടിട്ടുണ്ട്. അതിന് ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് ഇത് കണ്ടപ്പോൾ ക്ലിക്കായി പെട്ടെന്ന്. ഓക്കെ ഓക്കെ, ജോലി തന്നെ പോകുന്നത് എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചിട്ടാ. പിന്നെ തന്നെ അപ്പോൾ കണ്ടതിൽ സന്തോഷമുണ്ട്. കലേഷ്. ഓക്കെ, ഇല്ല ഇതിപ്പോൾ ഓർഡർ എടുക്കാൻ പോകുമ്പോൾ നമ്മളിങ്ങനെ ഓർഡർ കൊടുത്തിട്ട് പിന്നെ ഓഫ് ചെയ്തിട്ട് ഒരു കസ്റ്റമറുടെ അടുത്തൊന്നും ചെല്ലും. അതൊന്നും ചെയ്യില്ല. ഇപ്പോൾ ഇരുട്ടായതുകൊണ്ട് അതൊന്നും ചെയ്യില്ല. പകലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ എന്തെങ്കിലുമൊക്കെ പറയും. ശരി, ഇവിടെ 9705 ഓക്കെ, നമുക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ട്. നമ്മളത് പിക്കഡ് ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഇളവൂരോ ദൈവം, ഈ പണി പോകാൻ കളിക്കുക. ഇളവൂരെന്ന് പറയുമ്പോൾ നിങ്ങളുടെ അവിടെ നിന്ന് പിന്നെ അങ്കമാലിക്ക് കൊണ്ടുവരും. ഓക്കെ, മാപ്പ് കൊടുക്കാം.
ഇവിടുന്ന് ഏകദേശം Head east towards Service Road. 7.3 കിലോമീറ്ററാണ് ഉള്ളത്. അപ്പോൾ ഞാൻ നേരെ ഓഫ് ടു ഇളവൂർ. അപ്പോൾ മച്ചാമാരെ നമുക്കൊന്ന് പെട്രോൾ അടിക്കാം. കാരണം ഞാൻ ഇന്നലെ 11 മണിയായപ്പോൾ അത് ഓർഡർ എടുത്തിട്ടുള്ള സമയത്തായിരുന്നു. കാരണം നമ്മുടെ പെട്രോൾ അടിക്കാം 150 രൂപ 50. എന്തോ ചേച്ചി കൊണ്ടുപോയ കൊച്ചിന് മറ്റേ ഫുഡ് ഫെസ്റ്റിവലിന് മറ്റേ ഒരു ഇതുണ്ടാക്കിയാണ് അത് ആട്ടപ്പൊടി കൊണ്ട് ആട്ടപ്പൊടിയും ചപ്പാത്തി അല്ല ആട്ടപ്പൊടിയിൽ മുളക് അരിഞ്ഞിട്ട് മറ്റേ ഉള്ളി അരിഞ്ഞിട്ട് ഇഞ്ചി അരിഞ്ഞിട്ട് ഉപ്പിട്ടു എന്നിട്ട് തേങ്ങാക്കൊത്ത് അരിഞ്ഞിട്ടുണ്ട്. ഞാൻ കൈ കൊണ്ട് തന്നെ പരത്തി എന്തോ സാധനം പേരുണ്ടാക്കി കഴിച്ചായിരുന്നു. നല്ല ടേസ്റ്റ് വെറൈറ്റി ഫുഡ് എൻ്റെ പറഞ്ഞു. ഓക്കെ അപ്പോൾ നമ്മൾ 150 രൂപയുടെ പെട്രോൾ എടുത്തിട്ടുണ്ട്. ഇന്നലെ ഏകദേശം ഒരു പകുതിയായ സമയത്ത് റിസർവ് ചെയ്തണം. പിന്നെ ആ ചേച്ചി കഴിഞ്ഞ 4 ദിവസം വന്നപ്പോൾ ആ ചേച്ചിനോട് ഫുഡ് കൊണ്ടുപോകണമാണല്ലേ. അപ്പോൾ ആ കൊച്ചിൻ്റെ സ്കൂളിൽ എന്തൊരു ഈ ഫുഡ് ഫെസ്റ്റ് കിടക്കുന്നുണ്ടെന്നോ. അപ്പോൾ അതിന് എന്ത് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ തൊട്ട് പറയണം, ഞാൻ പറഞ്ഞ വല്ല കപ്പയും മീനൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ആ ചേച്ചീനെ പിന്നെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചതാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് നേരെ കസ്റ്റമറെ അടുത്തിട്ടുള്ള വീഡിയോ കാണാൻ. ഇവിടെ കാണാൻ പറ്റണ്ട, ഇരുട്ടാണോ? ഓ ഫുൾ ഇരുട്ട്. അപ്പോൾ കസ്റ്റമറെ അടുത്ത് കാണാം. നമ്മൾ ഏകദേശം കസ്റ്റമറുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. അമൽ ഫ്രാങ്കോ ആണല്ലേ. ഓക്കെ ലൊക്കേഷൻ ഒന്ന് സ്ഥലം എന്തായാലും നമുക്കൊരു പണിയാം. റീച്ചർ ഡോപ്പ് കൊടുത്തിട്ട് നമുക്കൊന്ന് വിളിച്ചു നോക്കാം. ഓ നമ്മൾ എന്തൊക്കെയാണ് ഉള്ളതെന്ന് പറഞ്ഞില്ലായിരുന്നു അല്ലേ? എന്തോന്ന് പണ്ടാറൊക്കെ ചിക്കൻ ബിരിയാണി വായിക്കാൻ പറ്റാൻ പറ്റില്ല, വായിക്കാൻ പറ്റില്ല. എന്തെങ്കിലും അവിടെ വിളിക്കാം. Welcome to Zomato. Please wait while we connect you. അമൽ കസ്റ്റമർ കൊടുത്ത് ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ ഡെലിവറി ചെയ്തിട്ടുണ്ട്. ഇച്ചിരി മാറി ഒന്ന് വിളിച്ചിട്ടുണ്ട്. നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, ഓർഡർ ഡെലിവറിയുടെ കറക്റ്റ് സമയത്ത്. ലൊക്കേഷൻ പ്രശ്നമുണ്ട്, എന്നാലും കുഴപ്പമില്ല. കറങ്ങും വേഗം ഇങ്ങോട്ട് കറങ്ങി വരിക. 57 രൂപയുടെ ഓട്ടമായിരുന്നു. നമുക്ക് 7.5 കിലോമീറ്ററാണ്. ട്രിപ്പ് ടൈം ഏകദേശം 21 മിനിറ്റാണ് നമ്മൾ എടുത്തത്. അപ്പോൾ 57 ഓട്ടം. നമുക്ക് ഇനി നേരെ അങ്കമാലിക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഗെറ്റ് നെക്സ്റ്റ് ഓർഡർ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അതായത് 3 ഓർഡറാണ് ഇപ്പോൾ നിങ്ങളെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ലെങ്ത്ത് കൂടുതലാണ്. ഇപ്പോൾ തന്നെ ഏകദേശം ഒരു 20 മിനിറ്റിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കണ്ടിന്യൂസ് ഇതിൻ്റെ ബാക്കി വീഡിയോ അടുത്ത ദിവസങ്ങളായിട്ട് വരും. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എങ്ങനെയുണ്ട് സൊമാറ്റോൻ്റെ രാത്രികാല റൈഡ്? ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നത് എനിക്ക് ചെറിയ ചടങ്ങുകളുള്ളൂ, ബാക്കിയെല്ലാം എളുപ്പം തന്നെയാണ്. അപ്പോൾ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക, അതായത് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത്. അപ്പോൾ കൂടുതലില്ല, നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.